ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പരിശുദ്ധമായ അൾത്താരയിൽ കയറി നിൽക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സിജ ചെറിയാൻ. ഞാൻ ഇപ്പം മസ്കറ്റിൽ നിന്ന് ലീവിന് വന്നതാണ്. ഞങ്ങളൊരു 10-17 വർഷമായിട്ട് ഞാനും എൻ്റെ ചേച്ചിയുടെ ഫാമിലിയും അവിടെയാണ്. ഇടയ്ക്ക് 3 വർഷം മുമ്പ് അവർ UK പോയി. എങ്കിലും അവരുടെ ഉടമ്പടിയിലൂടെയാണ് ഞാൻ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. അവരിപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു. ആ ഉടമ്പടിയിലൂടെ അവർക്കൊരു രോഗസൗഖ്യം ലഭിച്ചു. പക്ഷേ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ഉടമ്പടിയിലൂടെ ഞാൻ ഇതിലേക്ക് വന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഈ ഒരു ഉടമ്പടിയാണ് ഓർമ്മ വന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ജൂൺ 2023 ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യം എടുത്തത്. എൻ്റെ ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെട്ട സമയത്താണ് ഞാൻ ഈ ഉടമ്പടിയിലേക്ക് വന്നത്. ആ ഉടമ്പടി വന്ന സമയത്ത് ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ 2023 നവംബർ മാസത്തിൽ സാധിച്ചു. ഞങ്ങൾ 2 പേരും കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി. അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാം ദൈവത്തിനോടുള്ളൊരു ദൈവസ്നേഹം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു സാധാരണ ക്രിസ്ത്യാനിയാണ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പള്ളിയിൽ ഞായറാഴ്ച എല്ലാവരും പറയുന്നത് കൊണ്ട് പോകും. അങ്ങനെയല്ല കഴിഞ്ഞും എനിക്ക് കൂടുതൽ ബന്ധമൊന്നും ദൈവത്തോട് അത്ര തോന്നിയിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എനിക്ക് എന്തോ ഒരു ദൈവസ്നേഹം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതാണ് എന്നെ ഇപ്പോഴും ഈ ഉടമ്പടിയിൽ നിലനിർത്തുന്നത്. ഫിസിക്കലായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് എനിക്കൊരു രോഗസൗഖ്യം. ഞാൻ ഈ മെയ് മാസം 2-ാം തീയതി എനിക്ക് യൂട്രസ് സംബന്ധമായ ചെറിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഞാനൊരു ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് എൻഡോമെട്രിയം ഭയങ്കര തിക്കാണ്, DNC ചെയ്ത് ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്നോട് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട. പക്ഷേ എനിക്കൊരു പേടിയും തോന്നിയില്ല. കാരണം അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇത് ദൈവമഹത്വത്തിനാണ്. അതപ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്നു ഇത് ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം വേറൊരു ഡോക്ടർ ഹസ്ബൻഡ് പറഞ്ഞ അനുസരിച്ച് പോയി കണ്ടു. കണ്ട സമയത്ത് ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒരു ഹോർമോൺ ടാബ്ലറ്റ് ഉണ്ട്, ഇത് കഴിക്കുക. അപ്പം മറ്റേ ഡോക്ടർ പറഞ്ഞു ഇത് ടാബ്ലറ്റ് കൊണ്ടൊന്നും മാറത്തില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ എനിക്കൊരു പേടി തോന്നിയില്ല. ഞാൻ എൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചു. ഞാൻ പിറ്റേ ദിവസം ചെന്ന് പറഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഈ ടാബ്ലറ്റ് പ്രിഫർ ചെയ്തു. ഞാനത് കഴിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ പോയി സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യാൻ റൂമിൽ കയറിയപ്പോൾ എനിക്ക് അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയം കിട്ടി. ഞാൻ ഉപ്പുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഉപ്പ് കൊണ്ടുപോയി ഞാൻ സ്കാനിങ് മെഷീൻ്റെ പരിസരത്തൊക്കെ ഇട്ടേച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ആ ഡോക്ടറെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മദർ മേരിയാണ് എന്നെ സ്കാൻ ചെയ്തതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ശരിക്കും ഒരു മാതാവിൻ്റെ മുഖമായിരുന്നു എനിക്ക് ആ ഡോക്ടറിൽ തോന്നിയത്. എന്തായാലും എനിക്ക് റിപ്പോർട്ട് കിട്ടി, യാതൊരു കുഴപ്പമില്ല, ഒരു ടാബ്ലറ്റ് പോലും എടുക്കണ്ടെന്ന് എന്നോട് പറഞ്ഞു. അതുകൂടാതെ അത് അങ്ങനെ ഒരു വലിയ അനുഗ്രഹമാണ് എനിക്ക് ദൈവം തന്നത്. അതുകൂടാതെ എൻ്റെ മക്കളുടെ അലർജി രോഗങ്ങൾ എപ്പോഴും മൂക്ക് ചൊറിച്ചിലും പ്രശ്നങ്ങളുമായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ചൊറിയാൻ തുടങ്ങും. നമുക്കെപ്പോഴും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇട സമയത്തും ആലോചിച്ച് നോക്കി, ഇവരിപ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവരിപ്പോൾ പറയുന്ന പോലും ഇല്ല. ഒത്തിരി ആശ്വാസം ലഭിച്ചു അവർക്ക്. പ്രത്യേകിച്ചായിട്ട് എൻ്റെ ചാച്ചൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ. ഇവിടെ ചാച്ചനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ചാച്ചന് ഇപ്പോൾ 70 വയസ്സ് മേളിലുണ്ട്. ഒരു 70 വർഷത്തോളമായിട്ട് ചാച്ചന് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ നല്ല മദ്യപാനിയാണ്. ഞങ്ങൾ 3 പെൺമക്കളാണ് ചാച്ചനുള്ളത്. എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവമേ എന്താണ് എൻ്റെ ചാച്ചൻ്റെ മദ്യപാനവും പുകവലിയും ഒന്നും മാറാത്തത്. ഞങ്ങൾ ഇത്രയും വർഷം പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലവും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്തപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ചാച്ചൻ്റെ പുകവലി പൂർണ്ണമായും മാറി. പിന്നെ ഇടയ്ക്ക് ചാച്ചന് ഒരു ന്യൂമോണിയ വന്ന് ഓഗസ്റ്റ് മാസത്തിൽ അഡ്മിറ്റായ സമയത്ത് 13 ദിവസം ഇവിടെ കോതമംഗലം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. തിരിച്ച് വീട്ടിൽ ചെന്ന സമയത്ത് ചാച്ചനിങ്ങനെ രോഗം മാറിയല്ലായിരുന്നു വീട്ടിലേക്ക് പോയത്. അവർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. ചാച്ചന് പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന സമയത്ത് ചെയർ മറിഞ്ഞ് ചാച്ചൻ വീണു.
ഞങ്ങൾ 3 പേരും 3 സ്ഥലത്താണ്. എൻ്റെ ചേച്ചിമാരൊക്കെ ഒരാൾ UK യിലാണ്, ഒരാൾ കോട്ടയത്താണ്. അപ്പോൾ ആരുമില്ല, ചാച്ചനും അമ്മയും തന്നെയുള്ളൂ. അമ്മച്ചി പിടിച്ചാൽ എഴുന്നേക്കത്തില്ല. ഞങ്ങൾ 3 പേരും 3 സ്ഥലത്തിരുന്ന് ഇങ്ങനെ വീഡിയോ കോൾ വിളിക്കുകയാണ്. എന്ത് ചെയ്യും? ഞങ്ങളിരുന്ന് കരയുവാണ്, ആരുമില്ല ചാച്ചനെ ആശുപത്രി കൊണ്ടുപോകാൻ. ഞാൻ അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്തു. എൻ്റെ കാശ് രൂപ എടുത്തു. അമ്മയോട് പറഞ്ഞു, അമ്മേ ആരും ഇല്ലമ്മേ, എൻ്റെ അമ്മയെ ചാച്ചനെ ആശുപത്രി കൊണ്ടുപോകാൻ ആരും ഇല്ലമ്മേ. വളരെ സങ്കടപ്പെട്ട് പറഞ്ഞു. ആ നിമിഷം തന്നെ വേറെ അവിടെ അടുത്തുള്ള ആൾക്കാർ, ഞങ്ങളുടെ ആൾക്കാർ എത്തുന്നതിന് മുമ്പ് തന്നെ പകുതി വഴി വരെ കൊണ്ടുപോയി എത്തിച്ചു. അവരവിടെ നിന്ന് ചാച്ചനെ ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന് അഡ്മിറ്റ് ചെയ്തു. ചാച്ചനെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു 14 ദിവസം ആശുപത്രി കിടക്കണം, എങ്കിലേ രോഗം ഇത് കുറയത്തുള്ളൂ. ഓക്സിജൻ ലെവലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അമ്മച്ചിയോട് ഞാൻ വിളിച്ച് പറഞ്ഞു, അമ്മ പേടിക്കണ്ട, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, ചാച്ചനൊന്നും വരില്ല. എൻ്റെ ചേച്ചി പറഞ്ഞു, ഞാൻ എങ്ങനെ വരും, എനിക്കിപ്പോൾ വരാൻ പറ്റിയ സിറ്റുവേഷനല്ല. ഞാൻ പറഞ്ഞു, ചേച്ചി പേടിക്കണ്ട, വരില്ല, ചാച്ചനൊരു കുഴപ്പമുണ്ടാവില്ല. എനിക്കൊരു അപാര ധൈര്യമായിരുന്നു. അന്ന് അച്ഛൻ ഓഗസ്റ്റ് 13-ാം തീയതിയിൽ ഉടമ്പടി ധ്യാനം ഞാൻ കൂടുന്നു. അപ്പോൾ അച്ഛൻ പറയുകയാണ്, അമ്മ മകളെ വിളിച്ച് പറയുന്നു, നമുക്ക് പേടിക്കണ്ട, നമ്മൾ ഉടമ്പടി എടുത്തിട്ടില്ലേ. അതിൻ്റെ ഉടമ്പടി ക്ലിപ്പ് എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഉടമ്പടി എടുത്തിട്ടില്ലേ, ചാച്ചനൊന്നും പറ്റില്ല, ചാച്ചൻ ICUവിലാണെന്ന് മകൾ അമ്മയെ വിളിച്ച് പറയുന്നു. ആ വീഡിയോ ക്ലിപ്പ് ഇപ്പോഴും ഉണ്ട്. ചാച്ചൻ അതുപോലെ 14 ദിവസം കിടക്കണമെന്ന് പറഞ്ഞതാണ്. 4 ദിവസം കൊണ്ട് ഡിസ്ചാർജായി വീട്ടിൽ വന്നു. മൊത്തം ഓക്സിജൻ സപ്പോർട്ടോടുകൂടിയാണ് ഇനി ജീവിക്കാൻ പറ്റുള്ളൂ. ഓക്സിജനൊക്കെ വാങ്ങിച്ചോളാൻ പറഞ്ഞതാണ്. പക്ഷെ അതിനൊന്നും ഒരു സാഹചര്യം വന്നില്ല. നോക്കൂ, എൻ്റെ ചാച്ചനിപ്പോൾ എന്ത് മിടുക്കനായിട്ടാണ് നിൽക്കുന്നത്. ദൈവം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ്. ഞങ്ങളുടെ ആഗ്രഹം പോലെ അതുപോലെ എല്ലാ ദിവസങ്ങളും ഓരോ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഒരു അപാര ധൈര്യമാണ്. നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ഈ അമ്മയെ നമ്മൾ അഭയം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ 100% നമ്മളെ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടും. അതുപോലെ വേറെ ഹസ്ബൻഡിൻ്റെ ജോലി, അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് അതുകൊണ്ട് തന്നെയാണ്. ജോലി 12 വർഷമായിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒമാനൈസേഷൻ കാരണം ജോലി നഷ്ടപ്പെട്ടു. ആ സമയത്താണ് ഞങ്ങൾ ഉടമ്പടിയിലേക്ക് വന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ജോലി നഷ്ടപ്പെട്ടത് ഒത്തിരി നല്ലതാണ്. കാരണം എനിക്ക് എൻ്റെ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ പറ്റി. ആ സമയത്ത് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളാകെ ബുദ്ധിമുട്ടിലായി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾക്ക് 3 മാസം കൊണ്ടൊന്നും കിട്ടിയില്ല. ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും കിട്ടിയില്ല. ഒരു സ്ഥലത്ത് 5 പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോയി. 6ാമത്തെ പ്രാവശ്യം ഇൻ്റർവ്യൂവിന് ചെല്ലണമെന്ന് പറഞ്ഞ സമയത്ത് അവിടുന്ന് HR നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി വരണ്ട കേട്ടോ, കാരണം ഇവിടെ വേറൊരാൾ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതായിരുന്നു ആകെ പ്രതീക്ഷ, അതും പോയി, ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും. അപ്പം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ദൈവം നമുക്ക് എന്തെങ്കിലും അനുയോജ്യമായത് തരും. പക്ഷെ അത് വിശ്വസിക്കാൻ മാത്രം പുള്ളിക്കാകെ അങ്ങ് ഡെസ്പായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ കയ്യിലൊരു കൃപാസനം പത്രം ഉണ്ടായിരുന്നു. പത്രം എടുത്ത് പിടിച്ച് ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, അമ്മേ, ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്, ഞങ്ങൾ എന്താണ് പാലിക്കാത്തത് ഉടമ്പടിയിൽ, ആ ഒരു ബോധ്യം എനിക്ക് തരണം. എന്താ കുഴപ്പമെന്ന് അമ്മ എനിക്ക് പറഞ്ഞു തരണം. ഞങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടോ? ആ സമയത്ത് എനിക്കൊരു ബോധ്യം കിട്ടിയത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് പറ്റുന്നത് പോലെ. പക്ഷേ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു സഹായങ്ങൾ ഞങ്ങൾ ആർക്കും അങ്ങനെ ചെയ്യാൻ അവിടെ ഒരു സാഹചര്യങ്ങളും കുറവാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും വൃത്തമന്ദിരത്തിലോ അങ്ങനെയൊക്കെ പോയി ഞാൻ ചെയ്തോളാം. അങ്ങനെ ഞാനും അമ്മയും കൂടി ആ പത്രത്തിലൂടെ ഞങ്ങൾ സംസാരിച്ചു. വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, കുറച്ച് സമയം എടുത്തുള്ളൂ. അതിനുള്ളിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കോൾ വന്നു. പറഞ്ഞു, എടി, നാളെ 10 മണിക്ക് ഇൻ്റർവ്യൂവിന് ചെല്ലാൻ വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് ഇതിലൂടെ കിട്ടിയതാണെന്ന് ഒരു തെളിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് സംഭവിച്ചത്. അത് ഞങ്ങൾക്ക് തെളിയിച്ച് തരുമായിരുന്നു ആ സംഭവത്തിലൂടെ. അന്ന് ഞങ്ങൾ രാത്രി കൃപാസനത്തിൽ ഉപ്പുമായിട്ട് എവിടെയാണോ ഇൻ്റർവ്യൂ നടക്കാനിരുന്നത് ആ സ്ഥലത്ത് പോയി. അവിടെ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞങ്ങൾ ഉപ്പിട്ടു. അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം 10 മണിക്ക് ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിന് ചെന്നു. വളരെ പ്ലസൻ്റായിട്ടാണ് ആ മാഡം സംസാരിച്ചത്. ഇപ്പോഴും ആ സ്ഥലത്താണ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹിച്ചതാണ്, പക്ഷെ വരും. ഇന്ന് വരാൻ പറ്റിയില്ല. എങ്കിലും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇപ്പോഴും ഞങ്ങൾ ആ ഉടമ്പടി ജീവിതം, ഞങ്ങൾ 2023 ജൂൺ 5-ാം തീയതി ഉടമ്പടി എടുത്തത് മുതൽ ഇന്ന് വരെ രാവിലെ 5:30 എന്നൊരു സമയമുണ്ടെങ്കിൽ ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തും. അല്ലാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല. കാരണം ആ സമയം ഞങ്ങൾക്ക് വളരെ എവിടെയാണെങ്കിലും ചിലപ്പോൾ വെള്ളിയാഴ്ചയൊക്കെ ഒരു 2 മണി സമയത്തൊക്കെ ആയിരിക്കും ഞങ്ങൾ ചിലപ്പോൾ കിടക്കുക, അതിലിതിലൊക്കെ പോയിച്ച് വന്നിട്ട്. പക്ഷേ 5:30 ആകുമ്പോൾ ഞങ്ങൾ കറക്റ്റ് എണീക്കും.
കാരണം എനിക്ക് എന്തോ ഒരു കൃപ കിട്ടി. മാനുഷികമായിട്ട് സാധ്യമല്ല, മാനുഷികമായി ചിന്തിച്ചാൽ എനിക്ക് ഒട്ടും സാധ്യമല്ലാത്ത കാര്യമാണത്. പക്ഷേ ദൈവികമായ ഒരു ശക്തി എപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. അതുപോലെ മറ്റ് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ എനിക്ക് അവരുടെ അടുത്ത് പോകാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ ഉടമ്പടി വന്നു കഴിഞ്ഞപ്പം ഒരു ബുദ്ധിമുട്ട് ആരെങ്കിലും പറയുമ്പോൾ അത് എൻ്റെ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു അനുഭവങ്ങളിലൂടെ ഞങ്ങളിങ്ങനെ പോകുന്നു. ഇനിയും എത്ര കാലം ദൈവം നമുക്ക് ആയുസ് തരുന്നുവോ അത്രത്തോളം ഈ ഉടമ്പടിയിലായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭൗതിക നേട്ടങ്ങളെക്കാൾ ഉപരി ഒരു നിത്യജീവൻ, അച്ഛൻ ഉടമ്പടിയിലെ ധ്യാനങ്ങളിൽ എപ്പോഴും പറയുന്നത് പോലെ നിത്യജീവൻ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാണ്. നമ്മളൊക്കെ സത്യത്തിൽ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. ഈ സമയത്ത് ഇവിടെ ആയിരിക്കാൻ ചെറിയ ചെറിയ സഹനങ്ങളിലൂടെ ദൈവസന്നിധിയിലേക്ക് നമ്മളെ കൂട്ടുവിളിച്ചിരിക്കുകയാണ്. എത്ര വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് ഈ സഹനത്തിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചെല്ലുവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരും വിഷമിക്കേണ്ട, എല്ലാവരെയും മാതാവ് ഈശോയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സഹനങ്ങളുണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ആത്മാർത്ഥമായിട്ട് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ആത്മാർത്ഥമായിട്ട് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് പറയാൻ കഴിയും. വരും, ദൈവം നമ്മുടെ അടുത്തേക്ക് വരും, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ കൂട്ടു നിൽക്കും. പ്രതിസന്ധികൾ ഉണ്ടാകും, കൂടുതലുണ്ടാകും. പക്ഷേ അതിലെല്ലാം നമുക്ക് കടന്നു പോകുവാനുള്ള ഒരു ധൈര്യം, അതാണ് ഉടമ്പടി. സ്വർഗത്തിലേക്കുള്ള ഒരു വാതിലാണ് ഉടമ്പടി. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അമ്മ മാതാവിനും തിരുക്കുമാരാനും പിന്നെ ഞങ്ങളുടെ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ സാലറിയിൽ കിട്ടുന്ന ഒരു ശതമാനം ഞങ്ങൾ നീക്കി വയ്ക്കുന്നുണ്ട്. പറ്റുന്ന ഈ ഓൺലൈൻ അല്ലാതെയുള്ള സഹായങ്ങളൊക്കെ ആരെങ്കിലും ആവശ്യപ്പെടുന്നതനുസരിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിസിക്കലായിട്ട് അവിടെ അങ്ങനെ സാഹചര്യങ്ങൾ കുറവായതുകൊണ്ട് അത്ര ചെയ്യാറില്ല, എങ്കിലും സാമ്പത്തികമായി സഹായിക്കാറുണ്ട്. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ആശ്രമങ്ങളൊക്കെ സന്ദർശിച്ച് അവർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം അമ്മയോട് പറഞ്ഞ വാഗ്ദാനം അനുസരിച്ച് ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ പോയി 3-4 ദിവസം അവിടെ ശുശ്രൂഷ ചെയ്തു. ആ സമയത്ത് എൻ്റെ മദറിൻലോ ആശുപത്രിയിലായതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകേണ്ട വന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകേണ്ട വന്നു. എങ്കിലും 3-4 ദിവസം വളരെ സന്തോഷത്തോടു കൂടി അവരെ കുളിപ്പിക്കാനും അവരെ സ്നേഹിക്കാനും കുറച്ച് സമയം അവിടെ ആയിരിക്കാനും ഒക്കെ ഒരു വലിയ കൃപ എനിക്ക് ദൈവം തന്നു. എനിക്ക് എന്ത് ചെയ്യുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. എന്ത് ചെയ്തു കൊടുക്കുമ്പോഴും അത് ദൈവത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്നൊരു തോന്നലാണ്. എന്നെ ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്യും, നീ അവിടെ പോകണം, നീ അത് ചെയ്യണം. ഞാൻ ഈ ഉടമ്പടി കാശുരൂപമായിട്ട് പല സ്ഥലത്തും പോയിട്ടുണ്ട്. ബുദ്ധിമുട്ട് പറയുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പോവും. ഞാൻ ഉടമ്പടി തൈലം അവർക്ക് നെറ്റിയിൽ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കും. കുടുംബ പ്രാർത്ഥനകൾ ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന ഇല്ലാതിരുന്നിട്ടില്ല. ഏത് രാത്രിയിലാണ് വരുന്നതെങ്കിലും ഞങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടേ കിടക്കാറുള്ളൂ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26-ാം അധ്യായം 3-ാം തിരുവചനം അരുളി ചെയ്യുന്നു: അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. ഇന്ന് സിജ ചെറിയാൻ എന്ന ഈ മകൾ തൻ്റെ അപ്പച്ചനുമായിട്ട് ഇവിടെ വന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ കൃപകൾക്ക് നന്ദി പറയുകയാണ്. തൻ്റെ ചേച്ചിയിലൂടെ ഓൺലൈൻ ഉടമ്പടി ചേച്ചിയാണ് ആദ്യം എടുത്തത്. അങ്ങനെ ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞിരുന്നു. എന്നാൽ ഉടമ്പടി ജീവിതം തുടരുവാനോ ഉടമ്പടി എടുക്കുവാനോ ആദ്യമേ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നീട് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം കേട്ട തിരുവചനം പോലെ എങ്ങനെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവനെ സമാധാനത്തിൻ്റെ തികവിൽ കർത്താവ് സംതൃപ്തിപ്പെടുത്തുക. അത് പിന്നീട് തങ്ങളുടെ ഉടമ്പടി എടുത്ത് ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് വന്ന് ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി ജീവിതം ഒരുമിച്ച് തുടരുന്നു. 5:30 എന്നൊരു സമയമുണ്ടെങ്കിൽ അത് തങ്ങൾക്ക് ദൈവത്തെ ഓർക്കുവാനുള്ള സമയമായിട്ട് പ്രഭാതത്തിൻ്റെ താക്കോലും പ്രദോഷത്തിൻ്റെ ഓടാമ്പലുമായിട്ട് ഇന്ന് പ്രാർത്ഥന പലരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അത് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കൾക്കും അതാണ് ഇന്ന് ഇവിടെ ഈ അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ പങ്കുവയ്ക്കുവാനുള്ളത്. പ്രഭാതത്തിൽ നാം തുറക്കുകയാണ് വാതിൽ, ഹൃദയത്തിൻ്റെ വാതിൽ നാം തുറക്കുന്നു. കർത്താവുമൊത്തുള്ള ഒരു സഞ്ചാരം നാം തുടങ്ങുന്നു. അമ്മ അതിന് നമ്മുടെ കൈ പിടിക്കുന്നു. അങ്ങനെ ഇന്ന് ഈ മകൾക്ക് തൻ്റെ ഹസ്ബൻഡിന് 12 വർഷമായിട്ടുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുന്നതും പിന്നീട് എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ അതും
ഒരേ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. 5 പ്രാവശ്യം ഇൻ്റർവ്യൂവിന് കഴിഞ്ഞതാണ്. 6ാമത്തെ പ്രാവശ്യത്തെ ഇൻ്റർവ്യൂവിന് ചെല്ലണ്ട എന്ന് പറയുന്നു. എന്നാൽ അമ്മയുടെ പത്രം കയ്യിലെടുക്കുകയാണ്, വിശുദ്ധ വചനങ്ങളടങ്ങിയ കൃപാസന പത്രം. ആ പത്രം കയ്യിലെടുത്ത് അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താണ്, എവിടെയാണ് എനിക്ക് തെറ്റിപ്പോയത്, അമ്മ എന്നോട് പറഞ്ഞു തരിക. അതുകൊണ്ട് തന്നെയാണ് കൃപാസന പത്രം എന്ന് പറയുന്നത് അത് വെറും ഒരു പത്രമല്ല, പരിശുദ്ധ അമ്മയുടെ കരങ്ങളാണ്, ഈശോയിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കരങ്ങളെന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട്. അപ്പോൾ ആ പത്രമെടുത്ത് ഈ മകള് പ്രാർത്ഥിച്ചു. പിന്നീട് അങ്ങോട്ട് എങ്ങനെയാണ് തൻ്റെ ഹസ്ബൻഡിന് വേണ്ട എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് തന്നെ ആ മകന് ജോലി ലഭിക്കുന്നു. അത് ഇന്നും തുടരുന്നു എന്നാണ് നാം കേട്ടത്. തങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടത്, തൻ്റെ ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെട്ടത് ഏറ്റവും കൃപയായിട്ട് ഇന്ന് ഈ മകൾക്ക് അനുഭവിക്കുവാനും അത് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാനും സാധിക്കുന്നു. അതുതന്നെയാണ് യെശയ്യാ 30:20 കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കുമെന്ന് നാം തിരുവചനത്തിലൂടെ വായിക്കുന്നുണ്ട്. അത് തനിക്ക് അനുഭവപ്പെട്ടതായിട്ട് ഇന്ന് സിജ ഇവിടെ പങ്കുവയ്ക്കുന്നു. വീണ്ടും തൻ്റെ അപ്പച്ചൻ്റെ രോഗസൗഖ്യം, തൻ്റെ രോഗസൗഖ്യം, 60 വർഷത്തോളമായിട്ട് അപ്പച്ചൻ അനുഭവിച്ചിരുന്ന ദുശ്ശീലങ്ങളിൽ നിന്ന് അപ്പച്ചന് മോചനം ലഭിക്കുന്നത്, ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം, ഇതൊക്കെ നമ്മുടെ കൈകളിലുണ്ട്. എന്നാൽ അത് എത്രമാത്രം ദൈവസ്നേഹത്തോടെ ശ്രദ്ധയോടെ നാം പ്രയോഗിക്കുന്നു എന്നുള്ളതിലാണ് നാം അത് തിരിച്ചറിയേണ്ടത്. അതിനുള്ള കൃപ ദൈവമാണ് നമുക്ക് തരിക, പരിശുദ്ധാത്മാവാണ് നമ്മെ പ്രചോദിപ്പിക്കുക. തൻ്റെ ജീവിതത്തിൽ താൻ പൈസ കൊടുത്ത് സഹായിക്കുമായിരുന്നു എന്നാണ് ഈ മകൾ പറയുക. പിന്നീടാണ് പൈസ അക്കൗണ്ടിലുണ്ടെങ്കിൽ കൊടുക്കാൻ എളുപ്പമാണ്, ഞാൻ എന്തെങ്കിലും എൻ്റെ ശരീരത്തിൻ്റെ, അതായത് ഞാൻ എൻ്റെ ശരീരവും മനസ്സും ചേർത്ത് വെച്ച് ദൈവത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ഈ മകൾ മുന്നിട്ടിറങ്ങുന്നതും പിന്നീട് വൃദ്ധസദനങ്ങളിൽ പോയി ശുശ്രൂഷിക്കുന്നു. അവിടെ ഉടനെ തന്നെയാണ് തൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലിയുടെ ആ സാധ്യതകളൊക്കെ തെളിയുക. അത് ഇന്നും തുടരുവാനായിട്ട് തനിക്ക് സാധിക്കുന്നു. കുടുംബ പ്രാർത്ഥന മുടങ്ങാത്ത എത്രയോ കുടുംബങ്ങളാണ് നമുക്കുള്ളത്. ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം കുടുംബ പ്രാർത്ഥന മുടങ്ങുന്നില്ല. തിരുവചന വായന, അതിന് സമയമെടുക്കാനായിട്ടുള്ള താല്പര്യം, ഇതൊക്കെ തന്നെ സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. നിയമാവർത്തന പുസ്തകത്തിൽ കർത്താവ് അരുളി ചെയ്യുന്ന ദൈവം അരുളി ചെയ്യുന്ന ഈ വാക്കുകൾ ഇന്ന് ഉടമ്പടിയെടുത്ത ഓരോ മക്കളുടെയും ജീവിതത്തിൽ പ്രതിധ്വനിക്കുമ്പോൾ തീർച്ചയായും ഇത് നമ്മുടെ യോഗ്യതയല്ല, ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അതൊന്നു മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് നാം തിരുവചനങ്ങളിലൂടെ ഇപ്രകാരം പറയുക. തിരുവചനങ്ങൾ നമ്മോട് പറയുമ്പോൾ നമുക്കത് കൂടുതൽ ശ്രവിക്കുവാനായിട്ട് സാധിക്കുക. അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം. ഇതാണ് ഇന്ന് ഉടമ്പടിയെടുത്ത് ഫിസിക്കൽ ഫേവേഴ്സ് മാത്രമല്ല, തങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം അത് നയിക്കുവാനായിട്ട് ഇന്ന് പല മക്കളെയും സിജ ചെറിയാനെയും ഉടമ്പടി സഹായിച്ചു എന്നുള്ളതാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുക. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.